ഇന്ത്യയും ഇസ്രയേലിനെയും പാഠം പഠിപ്പിക്കാൻ പാകിസ്ഥാനും തുർക്കിയും സൗദിയും ചേർന്ന് വലിയ വായിൽ പ്രഖ്യാപിച്ച ആ ഇസ്ലാമിക നാറ്റോ വമ്പൻ നാണക്കേടിലേക്ക്. കരാറിലെ മഷി ഉണങ്ങും മുൻപേ സൗദിക്ക് നേരെ ഹൂത്തികളുടെ വമ്പൻ ആക്രമണം ഉണ്ടായപ്പോൾ ജീവനം കൊണ്ട് ഓടി ഒളിച്ചിരിക്കുകയാണ് പാകിസ്ഥാനും തുർക്കിയും. പ്രതിസന്ധി വന്നപ്പോൾ നിങ്ങളുടെ പാടായി ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു റോളുമില്ല എന്ന് തുർക്കി മന്ത്രി സൗദിയുടെ മുഖത്തടിച്ച് പറയുകയും ചെയ്തു. ചുരുക്കത്തിൽ ഇന്ത്യയെ ഭയപ്പെടുത്താൻ ഉണ്ടാക്കിയ ഒരു കടലാസ് പുലി ആദ്യത്തെ വെടി പൊട്ടിയപ്പോൾ തന്നെ ചീട്ടുകൊട്ടാരൻ പോലെ തകർന്നടിഞ്ഞിരിക്കുകയാണ്. ഓഗസ്റ്റ് 7-നാണ് സൗദി അറേബ്യയും തുർക്കിയും പാകിസ്ഥാനും ചേർന്ന് മക്കയിൽ വെച്ച് അതിഗംഭീരമായ ആ പരസ്പര പ്രതിരോധ കരാർ ഒപ്പുവെച്ചത്. തങ്ങളിൽ ഒരു രാജ്യത്തിനെതിരെയുള്ള ആക്രമണം മൂവർക്കുമെതിരെയായ ആക്രമണമായി കണക്കാക്കി തിരിച്ചടിക്കുമെന്നൊക്കെയായിരുന്നു പ്രഖ്യാപനം. എന്നാൽ ഈ വീരവാദം പറഞ്ഞ് വെറും 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇറാന്റെ പിന്തുണയുള്ള ഹൂത്തികൾ സൗദിയിലെ അരാംകോ എണ്ണ ശുദ്ധീകരണശാല ആക്രമിച്ചു. പിന്നാലെ ഓഗസ്റ്റ് 9-ന് സൗദി പിന്തുണയുള്ള യമൻ സർക്കാരിന്റെ ചെങ്കടലിലെ തുറമുഖമായ അൽ മോഖയിൽ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഹൂത്തികൾ നടത്തിയ കനത്ത ആക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെടുകയും 15 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കരാർ പ്രകാരം സൗദിയെ രക്ഷിക്കാൻ പാകിസ്ഥാനും തുർക്കിയും സൈന്യവുമായി പറന്നെത്തേണ്ടതായിരുന്നു. എന്നാൽ സൗദിയുടെ മണ്ണിൽ മിസൈലുകൾ പതിക്കുമ്പോൾ സഖ്യകക്ഷികൾ രണ്ടും തിരിഞ്ഞു നോക്കിയില്ല. ഇസ്ലാമിക നാറ്റോ എന്ന പേരിൽ പാകിസ്ഥാൻ ഏറെ കൊട്ടിഘോഷിച്ച ഒന്നായിരുന്നു ഈ സഖ്യം. സൗദിയുടെ പണം, പാകിസ്ഥാന്റെ അണുബോംബ്, തുർക്കിയുടെ സൈനിക കരുത്ത് എന്നിവ ചേരുമ്പോൾ ഈ സഖ്യം അജയ്യമാകുമെന്നായിരുന്നു ഇവരുടെ വ്യാമോഹം. സഖ്യത്തിന്റെ പ്രധാന ലക്ഷ്യം ഇന്ത്യയും ഇസ്രയേലിനെയും പാഠം പഠിപ്പിക്കുകയാണെന്ന് പാക് പ്രതിരോധ മന്ത്രി വീമ്പിളക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇറാനുമായുള്ള സംഘർഷത്തിൽ അമേരിക്കയുടെ സംരക്ഷണം ഇനിയും ലഭിക്കില്ലെന്ന സൗദിയുടെ ഭയമായിരുന്നു ഈ പ്രതിരോധ കരാറിന് പിന്നിലെ യഥാർത്ഥ കാരണം. പാകിസ്ഥാനും തുർക്കിയും എന്തുകൊണ്ട് ഈ സഖ്യത്തിൽ നിന്ന് പിന്മാറി എന്നറിയണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ ഓർത്താൽ മതി. അന്ന് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ചപ്പോൾ പാകിസ്ഥാൻ തുർക്കിയുടെ സഹായം തേടിയിരുന്നു. എന്നാൽ പാക് സൈന്യത്തെ സഹായിക്കാൻ വന്ന തുർക്കിയുടെ അത്യാധുനിക ഡ്രോണുകളെയും സൈനികരെയും ഒക്കെ ഇന്ത്യൻ സേന അക്ഷരാർത്ഥത്തിൽ വെടിവെച്ചിട്ട് ചാരമാക്കി. 4 ദിവസം നീണ്ട ആ യുദ്ധത്തിൽ ഇന്ത്യയോട് തോറ്റമ്പി ചൈനയ്ക്കും തുർക്കിക്കും വലിയ നാണക്കേട് ഉണ്ടാക്കി പാകിസ്ഥാന്റെ ആണവ ബ്ലാക്ക്മെയിലിംഗ് ഇന്ത്യക്ക് മുന്നിൽ അന്ന് വിലപ്പോവില്ലെന്ന് ലോകത്തിന് തന്നെ ബോധ്യപ്പെട്ടതാണ്. ഇന്ത്യയെ പോലെ ഒരു വൻ ശക്തിക്ക് യാതൊരു ക്ഷതവും ഏൽപ്പിക്കാൻ കഴിയാതിരുന്ന ഈ മൂവർ സംഘത്തിന് നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്ത ഹൂത്തികളെയോ ഇസ്രയേലിനെയോ നേരിടാൻ കഴിയില്ല എന്നതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. മറുഭാഗത്ത് ഇന്ത്യ ആകട്ടെ ഈ ബഹളങ്ങളിലൊന്നും തലവയ്ക്കാതെ മെഡിറ്ററേനിയൻ തുർക്കിയെ കൂട്ടാൻ ഗ്രീസുമായും സൈപ്രസുമായും അർമേനിയയുമായും സൈനിക ബന്ധം ശക്തമാക്കുകയാണ്. ഒപ്പം UAE-യുമായും ഇസ്രയേലുമായുള്ള പ്രതിരോധ സഹകരണം നാൾക്ക് നാൾ വർദ്ധിപ്പിക്കുന്നുമുണ്ട്. ചുരുക്കത്തിൽ ഇറാന്റെയും ഹൂത്തികളുടെയും ആക്രമണങ്ങളെ തടയാൻ ശേഷിയില്ലാത്ത ഈ ഇസ്ലാമിക സഖ്യം വെറും ഒരു പ്രഹസനമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. പണം കൊടുത്ത് സംരക്ഷണം വാങ്ങാമെന്ന സൗദിയുടെ മോഹത്തിനേറ്റ വലിയ തിരിച്ചടി കൂടിയാണിത്. പ്രതിസന്ധി വന്നപ്പോൾ സഖ്യകക്ഷികൾ സ്വന്തം ജീവനും കൊണ്ട് ഓടിയതോടെ ഇന്ത്യയും ഇസ്രയേലിനെയും ഭയപ്പെടുത്താൻ കടലാസിലൊപ്പിട്ട ഈ ഇസ്ലാമിക നാറ്റോ യഥാർത്ഥ യുദ്ധമുഖത്ത് ഒരു വലിയ തമാശയായി മാറിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്